Hello everyone, welcome to Chalamala Singapore. ഞാൻ Krishna. So supporting information from employer അല്ലെങ്കിൽ SIF pathway അല്ലെങ്കിൽ SIFE pathway എന്ന് പറയുന്ന ഈ ഒരു pathway യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് UK-യിൽ ഒരു ബാൻഡ് 5 രജിസ്റ്റേർഡ് നഴ്സായി മാറാനായിട്ട് സാധിക്കും. ആയിരക്കണക്കിന് ഇൻ്റർനാഷണൽ നഴ്സസ് ഇവിടെ UK-യിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ടും സീനിയർ കെയറേഴ്സ് ആയിട്ടും സപ്പോർട്ട് വർക്കേഴ്സ് ആയിട്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ രജിസ്റ്റേർഡ് നഴ്സ് ആവാനായിട്ട് ഈ ഒരു പാത്വേ ഹെൽപ്പ് ചെയ്തു. ഓക്കെ, പക്ഷേ സ്റ്റിൽ ഇപ്പോഴും ആ പാത്വേ എന്താണെന്നും അതിനെപ്പറ്റിയുള്ള ഒരുപാട് കൺസേൺസും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എല്ലാ പേർക്കും ഉണ്ട്. എന്താണ് ഈ SIFE പാത്വേ എന്നുള്ള കാര്യങ്ങൾ. സോ അതിനെപ്പറ്റി നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ, സോ ഈ ഒരു കാറ്റഗറിയിൽ കൂടെ നിങ്ങൾ രജിസ്റ്റേർഡ് നഴ്സ് ആവാനായിട്ട് പോകാൻ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെയും കാണുക. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് ഈ ഒരു SIFE പാത്വേ എന്നുള്ള കാര്യത്തിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. ആർക്കൊക്കെയാണ് ഈ SIFE പാത്വേ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ള കാര്യങ്ങൾ, ആർക്കൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു SIFE പാത്വേയുടെ റെഫറൻസ് തരാനായിട്ട് സാധിക്കുക. ദെൻ നാലാമത്തെ പോയിൻ്റായിട്ട് എത്രത്തോളം ടൈം എടുക്കും ഇതിൻ്റെ ഒരു ഹോൾ SIFE പാത്വേയുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആകാനും നിങ്ങൾക്കൊരു രജിസ്റ്റേർഡ് നഴ്സായി മാറാനും വേണ്ടിയിട്ട്. ഇതിന് ആർക്കെങ്കിലും നിങ്ങൾ എന്തെങ്കിലും പേയ്മെൻറ്റോ എന്തെങ്കിലും എക്സ്ട്രാ ഫീസോ കാര്യങ്ങളോ എന്തെങ്കിലും അടയ്ക്കണമോ, അങ്ങനെ തുടങ്ങി ഈ ഒരു 5 ടോപ്പിക്സിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ടോപ്പിക് എന്താണ് SIFE എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ, നമ്മുടെ ഇവിടുത്തെ ഒരു UK NMC രജിസ്റ്ററിലോട്ട് നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോപ്പർ ഇംഗ്ലീഷ് ലാംഗ്വേജ് എവിഡൻസ് നമ്മൾ മസ്റ്റായിട്ടും കാണിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ SIFE എങ്ങനെ അവിടെ നിന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യമാണ് ഇവിടെ വ്യത്യാസം വരുത്തുന്നത്. ഇവിടെ SIFE എന്ന് പറയുന്ന ഒരു ഫോം ഓഫ് നിങ്ങളുടെ ഒരു എംപ്ലോയറിൻ്റെ റെഫറൻസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് നല്ലൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് അവർ പറഞ്ഞു കൊടുക്കുന്ന, അവർ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള നിങ്ങളുടെ എംപ്ലോയേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു റെഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ടിങ് ഇൻഫർമേഷൻ ഫ്രം എംപ്ലോയർ. അപ്പോൾ പേര് പോലെ തന്നെ ഇതൊരു സപ്പോർട്ടിങ് ഇൻഫർമേഷൻ മാത്രമേ ആകുന്നുള്ളൂ. NMC രജിസ്ട്രേഷൻ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം ബാക്കി ഫർദർ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ എവിഡൻസസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം പറഞ്ഞ പോലെ ഇതൊരു ഫോം ഓഫ് റെഫറൻസ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് മാത്രമാണ്. എന്തായാലും SIFE-ൽ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു പാത്വേയിൽ എലിജിബിൾ ആയിട്ട് ആപ്ലിക്കേഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കുക. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് SIFE യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള കാര്യം. ഓക്കെ, ഇത് 2 കാറ്റഗറിയിലാണ് മെയിനായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ പ്രീ രജിസ്ട്രേഷൻ കോഴ്സ് അല്ലെങ്കിൽ നമ്മൾ നഴ്സിംഗ് പഠിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ എക്സാമിൻ ചെയ്തിട്ടുള്ളതോ ഇംഗ്ലീഷിലായിരിക്കണം. ആൻഡ് ആ ഒരു കൺട്രി അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതോ എക്സാമിൻ ചെയ്തിട്ടുള്ള കൺട്രി നോൺ മെജോറിറ്റി സ്പോക്കൺ ഇംഗ്ലീഷ് കൺട്രി ആണെങ്കിലും യാതൊരു കുഴപ്പവുമില്ല. ഓക്കെ, പക്ഷേ പഠിച്ചിട്ടുള്ളതും എക്സാമിൻ ചെയ്തിട്ടുള്ളതും ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ നമ്മളതിന് എലിജിബിളാണ് ഈ ഒരു പാത്വേയിൽ കൂടെ പോകാനായിട്ട്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സാംസ് അറ്റംപ്റ്റ് ചെയ്തു, പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന 4 മൊഡ്യൂളിൽ ഏതെങ്കിലും ഒരു മൊഡ്യൂളിന് ഹാഫ് എ സ്കോർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, IELTS-നാണെങ്കിലും ശരി, ഹാഫ് എ ഗ്രേഡ് OET-ക്കാണെന്നുണ്ടെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പാത്വേ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മെയിനായിട്ട് പറയുന്ന ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ UK ഹെൽത്ത് ഓർ കെയർ സെറ്റിങ്ങിൽ മിനിമം ഓഫ് 12 മന്ത്സ് ഫുൾ ടൈം ആയിട്ടോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ പാർട്ട് ടൈം ആയിട്ടോ നിങ്ങൾ എന്തായാലും ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ അതിനോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു സെയിം എംപ്ലോയറുടെ അടുത്തായിരിക്കണം. സെയിം എംപ്ലോയറാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് 12 മാസം നിങ്ങൾ അവിടെ തന്നെ ആയിരിക്കണം. ആൻഡ് സെയിം ലൈൻ മാനേജർ പറയുന്നത് ഒരു 6 മാസമെങ്കിലും മിനിമം 6 മന്ത്സ് എങ്കിലും നിങ്ങൾ സെയിം ലൈൻ മാനേജറായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിരിക്കണം എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു SIFE പാത്വേയുടെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ആണ്. കാര്യം ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള കാര്യമാണ്, ഞാനിപ്പോൾ 6 മാസം ഒരു എംപ്ലോയർ അടുത്ത് വർക്ക് ചെയ്തു, നെക്സ്റ്റ് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോയി എങ്കിൽ എനിക്ക് SIFE പാത്വേ പോസിബിൾ ആയിരിക്കുമോ? ഇതിനകത്ത് അത് പറ്റില്ല എന്ന് ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ 12 മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെയിം എംപ്ലോയറുടെ അടുത്ത് തന്നെ ആയിരിക്കണം നിങ്ങൾ വർക്ക് ചെയ്തിരിക്കേണ്ടത്. ആൻഡ് സെയിം ലൈൻ മാനേജർ ആയിരിക്കണം മിനിമം 6 മാസം വരെയെങ്കിലും. ഓക്കെ, ഇതിൻ്റെ കുറച്ച് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള റിപ്പീറ്റഡായിട്ട് ചോദിച്ചു വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ പറയുന്നുണ്ട്. അത് മസ്റ്റായിട്ട് നിങ്ങൾ കാണും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓവറോൾ ഒരു 12 മന്ത് പീരീഡ് എടുക്കുന്ന സമയത്ത് 2-ൽ കൂടുതൽ ലൈൻ മാനേജേഴ്സ് ഉണ്ടാകാനും പാടില്ല എന്തായാലും. ഓക്കെ, അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയയിൽ നിന്ന് നിങ്ങൾ മാറിപ്പോവും. അതുകൊണ്ട് ആ ഒരു പോയിന്റും കൂടെ എന്തായാലും ശ്രദ്ധിച്ചോളാം. എന്തൊക്കെ എവിഡൻസ് ആണ് നിങ്ങളെ എംപ്ലോയർക്ക് നിങ്ങളിൽ നിന്നും കിട്ടേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, കാര്യം
കാര്യം അതിനനുസരിച്ച് ഈ ഒരു പോയിന്റ് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാം, ഇംപ്രൂവ് ചെയ്തെടുക്കാം. സോ അതിന് മെയിനായിട്ട് നിങ്ങളുടെ എംപ്ലോയർ ചെക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് CEFR എന്ന് പറയും. എന്ന് വെച്ചാൽ കോമൺ യൂറോപ്യൻ ഫ്രെയിംവർക്ക് ഓഫ് റെഫറൻസ് ഫോർ ലാംഗ്വേജ് എന്നാണ് എൻ്റെ മീനിങ്, അല്ലെങ്കിൽ എൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുക, ഫ്ലെക്സിബിൾ ആയിട്ട്, പ്രൊഫഷണൽ ആയിട്ട്, കൂടുതൽ സ്റ്റാമറിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് എഫക്റ്റീവായിട്ട് വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് നമുക്ക് നമ്മുടെ ലാംഗ്വേജസും കാര്യങ്ങളെല്ലാം കോമ്പീറ്റൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു CEFR എന്ന് പറയുന്നത്. അതിനോടൊപ്പം കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ആൻഡ് കോഡ് യൂസ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ എക്സ്റ്റേണൽ റിസോഴ്സസും സപ്പോർട്ടിംഗ് മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം തന്നെ യൂസ് ചെയ്യുന്നത്. അവരെങ്ങനെയാണ് ഒരു കാൻഡിഡേറ്റിനെ അസസ് ചെയ്യുന്നുള്ളത് ഒരു കംപ്ലീറ്റ് പാത്വേയുടെ അതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെ, ഒരു PDF ആയിട്ട് തന്നെ NMCയുടെ വെബ്സൈറ്റിൽ അവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡോക്യുമെൻറ്റും കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ മാക്സിമം കാൻഡിഡേറ്റ്സ് നമ്മൾ ഓൾറെഡി അത് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇതുവരെ അത് കിട്ടിയിട്ടില്ലെങ്കിൽ NMCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ മാത്രം മതി. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറി ആ ഒരു PDF ഡൗൺലോഡ് ചെയ്യാം. സോ നിങ്ങൾക്ക് തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം എന്തൊക്കെയാണ് നിങ്ങളുടെ എംപ്ലോയർ നിങ്ങളുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. കാര്യം ഇതൊരു ചുമ്മാ ഒരു പേപ്പറിൽ എഴുതി കൊടുക്കുന്ന ഒരു ഫോം അല്ല. ഓക്കെ, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് കോമ്പറ്റൻസീസിനെ പറ്റിയിട്ടും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടതും അവർ ഫില്ലിൻ ചെയ്യേണ്ടതുള്ള കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. ഓക്കെ, ഇതെല്ലാം മീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ആ ഒരു SIFE പാത്വേയിൽ എലിജിബിൾ ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങളെ എംപ്ലോയറിന് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ, NMCക്ക് വേണ്ടിയിട്ട്. മനസ്സിലായോ? നിങ്ങളുടെ എംപ്ലോയറിൻ്റെ ഡിസ്ക്രീഷനാണ് നിങ്ങൾക്കിത് തരണമോ വേണ്ടയോ എന്നുള്ള കാര്യം. ഓക്കെ, നിങ്ങൾ ലാംഗ്വേജിൽ കോൺഫിഡൻ്റ് അല്ല എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവരൊരിക്കലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. ബിക്കോസ് അവരുടെ പിൻ നമ്പറിനെയും കൂടെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു SIFE എന്ന് പറയുന്നത്, ഈ ഒരു റെഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അവരും ഇതിൽ അക്കൗണ്ടബിൾ ആണ്, അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആണ്. ബിക്കോസ് ആസ് എ നേഴ്സായിട്ട് നിങ്ങൾ സൊസൈറ്റിയിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലോട്ട് പോകുമ്പോൾ ആ ഒരു പബ്ലിക് സേഫ്റ്റി അല്ലെങ്കിൽ പേഷ്യൻ്റ് സേഫ്റ്റി എന്ന് പറയുന്നത് എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി ആണ് മെയിനായിട്ട്. ഇനി മെയിനായിട്ട് എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ്, ആർക്കൊക്കെയാണ് SIFE റെഫറൻസ് തരാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ എവിടെയെല്ലാം വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് SIFE കിട്ടും, ഈ ഒരു പാത്വേ യൂസ് ചെയ്യാം. കാര്യം ഒരുപാട് പേര് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് NHSൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നഴ്സിംഗ് ഹോംസിൽ സീനിയർ കെയർ വർക്കേഴ്സായിട്ടും അല്ലെങ്കിൽ കെയർ അസിസ്റ്റൻസ് ആയിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, റെസിഡൻഷ്യൽ ഹോംസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ആയിട്ടുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഡൊമിസിലറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇത് ഏത് കാറ്റഗറിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് സർട്ടൻ റിക്വയർമെൻറ്റ്സ് പറയുന്നുണ്ട്. ഓക്കെ, ആ പറയുന്ന ആൾക്കാർ നിങ്ങൾ വർക്ക് ചെയ്യുന്ന എംപ്ലോയ്മെൻറ്റ് ഏരിയയിൽ അല്ലെങ്കിൽ കമ്പനിയിലാവട്ടെ ഹോമിലാവട്ടെ എവിടെയാണെങ്കിലും ആ പറയുന്ന റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു SIFE പാത്വേ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു നോൺ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഹെൽത്ത് ഓർ കെയർ സെറ്റിങ്ങിലാണെന്നുണ്ടെങ്കിൽ അവരൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സാമിൻ്റെ കാര്യം. ഓക്കെ, നിങ്ങൾക്ക് CBT മോസ്കിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അവിടെ റെഫറൻസ് തരാൻ ഒരാളില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമേ നിങ്ങളത് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഒരൊറ്റ ഓപ്ഷൻ എന്ന് പറയുന്നത് OETയോ IELTSോ നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയാം. അപ്പോൾ ആരൊക്കെയാണ് ഇതിന് എലിജിബിൾ നിങ്ങൾക്ക് തരാനായിട്ട്? ഈ ഒരു SIFE റെഫറൻസ് മസ്റ്റായിട്ടും തരേണ്ടത് നിങ്ങളുടെ ഒരു ലൈൻ മാനേജറാണ്. അത് NHSലാണ് നമ്മൾ നോക്കുന്നെങ്കിൽ ഒരു ബാൻഡ് 6ഓ അതിന് എബോവ് ആവാം, യാതൊരു കുഴപ്പമില്ല. NHS അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് നോൺ NHS ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെ ആയിരിക്കണം നിങ്ങൾക്ക് എന്ത് തരേണ്ടത്, ഈ ഒരു റെഫറൻസ് തരേണ്ടത്. എന്ന് വെച്ചാൽ അവരൊരു NMCയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളൊരു നേഴ്സ് തന്നെ ആയിരിക്കണം മസ്റ്റായിട്ടും. ഓക്കെ, കാര്യം ഒരുപാട് പേര് എൻക്വയറി ചെയ്ത് ചോദിക്കുന്നതാണ്, ഞങ്ങൾ വർക്ക് ചെയ്യുന്ന റെസിഡൻഷ്യൽ ഹോമിൽ NMC രജിസ്റ്റേർഡ് ആളില്ല, അവിടെ ഒരു കെയർ ഹോം മാനേജർ മാത്രമാണ്, അവർ ബാക്ക് ഹോം നേഴ്സ് അല്ല, അല്ലെങ്കിൽ നഴ്സിംഗ് രജിസ്ട്രേഷനോ നഴ്സിംഗ് പ്രൊഫഷനിലോ ഉള്ള ഒരാളല്ല, അവരാണ് നമ്മുടെ എംപ്ലോയർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആളായിട്ടുള്ളത്. അപ്പോൾ അവർക്ക് എനിക്ക് റെഫറൻസ് തരാനായിട്ട് സാധിക്കുമോ? ഒരിക്കലും ഇല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരാൾക്ക് റെഫറൻസ് തരാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് ഇതൊരു NMC രജിസ്റ്ററിൻ്റെ തന്നെ ആയിരിക്കണം നിങ്ങൾക്ക് റെഫറൻസ് തരുന്നത്. നിങ്ങളുടെ ഒരു ക്ലിനിക്കൽ ഇൻട്രാക്ഷൻസ്, നിങ്ങളുടെ ഇംഗ്ലീഷിലുള്ള ക്ലിനിക്കൽ ഇൻട്രാക്ഷൻ പേഷ്യൻസുമായിട്ടും ഫാമിലീസായിട്ടും അതർ സർവീസ് യൂസേഴ്സായിട്ടും എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ആ എലിജിബിലിറ്റി ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മിനിമം ഓഫ് 6 months എങ്കിലും ഒരു സെയിം ലൈൻ മാനേജറായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിരിക്കണം എന്നുള്ളതും, അല്ലെങ്കിൽ ഒരു സെയിം എംപ്ലോയറായിട്ട് നിങ്ങൾ 12 മാസം ഉറപ്പായിട്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു NMC ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് SIFE കൂടെ പോകാനായിട്ട് പറ്റൂ എന്നുള്ളൊരു മെയിൻ പോയിൻ്റ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു റീസൺ കൊണ്ട് തന്നെ ഡൊമിസിലറിയിൽ വർക്ക് ചെയ്യുന്നവരാവട്ടെ അല്ലെങ്കിൽ ബാങ്ക് ഓർ സ്റ്റാഫ് ഏജൻസി സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക്
ഒരുപാട് പേരാണ് ഡേ ടു ഡേ നമ്മളെ കോൺടാക്ട് ചെയ്ത് എന്നെ കോൺടാക്ട് ചെയ്ത് ചോദിക്കുന്നത്, സാർ ഞാൻ ഏജൻസി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ ബാങ്കായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ എനിക്ക് ഈ ഒരു സംഭവം കിട്ടുമോ? അപ്പോൾ ഈ ഒരു ബാങ്കായിട്ടും നിങ്ങൾ ഏജൻസി ആയിട്ടും വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു സെയിം ലൈൻ മാനേജറോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും തന്നെ ആയിരിക്കില്ല നിങ്ങളുടെ ഡേ ടു ഡേ ക്ലിനിക്കൽ ഇൻട്രാക്ഷൻസിൽ ഉണ്ടാവുക. അപ്പം അവർക്ക് ഒരു പ്രോപ്പർ രീതിയിൽ നിങ്ങളെ ഒരിക്കലും അസസ് ചെയ്യാനോ ഇവാലുവേറ്റ് ചെയ്യാനോ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരിക്കലും NMC ആ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് എലിജിബിളായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും. ഇതുപോലെ തന്നെയാണ് ഡൊമിസിലറി ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ വരുന്ന സമയത്ത്. ഇപ്പോൾ ഡൊമിസിലറി ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ ഡിഫറെൻറ്റ് സെറ്റിംഗ് ഓഫ് ഹോം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ കെയർ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രോപ്പർ എംപ്ലോയർ ഉണ്ടാകണമെന്നില്ല നിങ്ങളെ സൂപ്പർവൈസ് ചെയ്യാനോ നിങ്ങളെ മോണിറ്റർ ചെയ്യാനോ. അപ്പം ഞാൻ ഇതിൽ നിന്ന് പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും എന്ന് വിചാരിക്കുന്നു. ബിക്കോസ് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എത്രത്തോളം നന്നായിട്ട് നിങ്ങൾ എവിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ സർവീസ് യൂസേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ അവരുമായിട്ട് ആ ഒരു ക്ലിനിക്കൽ ഇൻട്രാക്ഷൻസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, റാപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, എഫക്റ്റീവ് ആണോ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, എന്തെങ്കിലും അൺസേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം മോണിറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ലൈൻ മാനേജർ ക്ലോസ്ലി നിങ്ങളെ സൂപ്പർവൈസ് ചെയ്തിരിക്കണം മസ്റ്റായിട്ട്. അപ്പോൾ ഫസ്റ്റ് റെഫറൻസ് നിങ്ങളുടെ ലൈൻ മാനേജർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇത് കൗണ്ടർ സൈൻ ചെയ്യേണ്ടത് ഒരു സീനിയർ മാനേജർ ആയിരിക്കണം, അതും സെയിം എംപ്ലോയർ ആയിരിക്കണം മസ്റ്റായിട്ടും. ഓക്കെ, ആൻഡ് ഈ ഒരു സീനിയർ മാനേജർ എന്ന് പറയുന്നതും NMC രജിസ്ട്രേഡ് ആയിരിക്കണം, NHS ബാൻഡ് 8 അതിൽ കൂടുതലോ അല്ലെങ്കിൽ നോൺ NHS ഇക്വലൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം എന്തായാലും. ഈ ബാൻഡ് 8A എന്ന് പറയുമ്പോൾ മാട്രൺ അല്ലെങ്കിൽ അതിൽ മുകളിലുള്ള പൊസിഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിന് നോൺ NHS ആണെങ്കിൽ അതിന് ഇക്വൽ. നോൺ NHS ഉദ്ദേശിക്കുന്നത് കെയർ ഹോംസ് അല്ലെങ്കിൽ നഴ്സിംഗ് ഹോംസ് എന്നുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട്. ആദ്യത്തെ റെഫറൻസ് ലൈൻ മാനേജറിൻ്റെ മാത്രം പോരാ, ഒരു സീനിയർ മാനേജറിൻ്റെ വേണം. രണ്ടുപേരും NMC രജിസ്റ്റർഡ് ആയിരിക്കണം എന്നുള്ള കാര്യം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, അതോടൊപ്പം SIF പാത്വേയിൽ NMC നിങ്ങളുടെ 2 ലൈൻ മാനേജറിൻ്റെ അടുത്ത് നിന്നുള്ള റെഫറൻസും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഒരു 12 month പീരീഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു റെഫറി നിങ്ങളുടെ കൂടെ 6 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അതിനുശേഷം അവർ അവിടെ നിന്ന് വിട്ടിട്ട് വേറെ സ്ഥലത്തേക്ക് ജോലിക്ക് പോവാണ്, പുതിയൊരു എംപ്ലോയി പുതിയൊരു ലൈൻ മാനേജറാണ് നിങ്ങളുടെ അടുത്തോട്ട് ജോയിൻ ചെയ്തത്, അവരാണ് നിങ്ങളുടെ നെക്സ്റ്റ് 6 months എങ്കിൽ മാൻഡേറ്ററി അല്ല, നിങ്ങൾക്ക് മറ്റേ ആളുടെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള കാര്യം 2 പേരുടെ ആയിട്ട് നിങ്ങൾ കൊടുത്താൽ മാത്രം മതി. 2 ലൈൻ മാനേജേഴ്സിൻ്റെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ 12 month നിങ്ങളുടെ 12 month പീരീഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനൊരു സെനാരിയോ ആണ് വരുന്നതെങ്കിൽ ഈ ഒരു SIF ഫോം നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈൻ മാനേജർ ആയിരിക്കില്ല, ആ 2 ലൈൻ മാനേജേഴ്സും കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും, എലോങ് വിത്ത് നിങ്ങളുടെ കൗണ്ടർ സിഗ്നേറ്ററി ചെയ്യുന്ന ആ ബാൻഡ് 8 അല്ലെങ്കിൽ നോൺ NHS ഇക്വലൻ്റ് ആരാണോ അവരോടൊപ്പം ഈ 2 പേരും കൂടി എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു റെഫറൻസ് ഫോം ഫില്ല് ചെയ്യേണ്ടി വരും എന്തായാലും. ഈ ഒരു പാത്വേ വന്നതിന് ശേഷം ഒരുപാട് പേര് ഈ ഒരു SIF പാത്വേ മിസ്യൂസ് ചെയ്യുന്നുണ്ട് പല രീതിയിലായിട്ട്. ഓക്കെ, അതായത് ഈ കെയർ ഹോം നഴ്സിംഗ് ഹോംസിലൊക്കെ വർക്ക് ചെയ്യുന്നവരാകട്ടെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നവരാകട്ടെ, ഈ ഒരു പാത്വേയിൽ കൂടെ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങളെ നഴ്സാക്കാം എന്ന് പറഞ്ഞ് ലക്ഷങ്ങളും കാര്യങ്ങളെല്ലാം തട്ടിക്കുന്ന പല ഹോംസും ഉണ്ട്, അല്ലെങ്കിൽ പല ഏജൻസുമാരും ഉണ്ട്. ഒരു രീതിയിലും നിങ്ങളുടെ ഒരൊറ്റ കാശ് പോലും നിങ്ങൾ ഇതിനകത്ത് ചിലവാക്കേണ്ട ആവശ്യമില്ല എന്തായാലും. ഓക്കെ, ഇതിനകത്ത് ഞാൻ ഈ വീഡിയോയിൽ താഴെ കാണിക്കുന്ന ഈ ഒരു ഇമെയിലിൽ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ഈ ഒരു പാത്വേക്ക് നിങ്ങളുടെ നിന്ന് കാശ് മേടിച്ച് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ചെയ്തു തരാമെന്ന് നിങ്ങളുടെ ഹോമിലോ നിങ്ങൾ വർക്ക് ചെയ്യുന്ന എംപ്ലോയറിൻ്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ലൈൻ മാനേജറിൻ്റെ സൈഡിൽ നിന്നോ അങ്ങനെ ആരെങ്കിലും നിങ്ങളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇമെയിലിലേക്ക് നിങ്ങളുടെ ആ ഒരു കൺസേൺ നിങ്ങൾ അറിയിക്കുക. ഉറപ്പായിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ചെയ്തും പ്രോപ്പർ ആക്ഷൻ NMC അവർക്കെതിരെ എടുക്കുന്നതായിരിക്കും എന്തായാലും. ആൻഡ് അതുപോലെ തന്നെ ഏതെങ്കിലും വിധേന ഏതെങ്കിലും ഏജൻസിയോ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ സപ്പോർട്ട് തരാം, നിങ്ങൾ ഇത്ര ലക്ഷം തന്നാൽ മതി, നിങ്ങൾക്ക് ഈ ഒരു SIF പാത്വേയിൽ കൂടെ ഞങ്ങളെ കൊണ്ടുപോയി ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് റെഡിയാക്കാം, OET IELTS ഒന്നും. കാര്യം എല്ലാവരുടെയും മെയിൻ കൺസേൺ എന്ന് പറയുന്ന ഒരു വലിയൊരു ഫാക്ടറാണ് OETയും IELTSും എഴുതുക എന്നുള്ള സംഭവം. ഓക്കെ, ആ ഒരു സംഭവം ഇല്ലാതിരിക്കാനായിട്ട് എന്ത് ചെയ്യാനും ആര് റെഡിയാണ്. ഓക്കെ, ഇപ്പോൾ OETയോ അല്ലെങ്കിൽ IELTS എഴുതുന്നതിനോ 15,000 രൂപയോ 35,000 രൂപയായിരിക്കും. ഓക്കെ, അതില്ലാതിരിക്കാൻ 10 ലക്ഷം കൊടുക്കുക എന്ന് പറഞ്ഞാലും 20 ലക്ഷം കൊടുക്കുക എന്ന് പറഞ്ഞാലും ആൾക്കാർ റെഡിയാണ്. ഓക്കെ, ഇത് പറ്റിക്കുന്നതും മലയാളികൾ തന്നെയാണ്, കൂടുതലും പറ്റിക്കപ്പെടുന്നതും മലയാളികൾ തന്നെയാണ്. ഓക്കെ, അതിൻ്റെ ഒരുപാട് സ്റ്റോറീസും കുറേ കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുള്ളതുകൊണ്ടാണ് നിങ്ങളത് ക്ലിയർ ആയിട്ട് പറയുന്നത്. ആൻഡ് NMCയും ഇതിനകത്ത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോപ്പർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഇമെയിൽ അഡ്രസ്സും കൂടി അവരതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സോ അത് നിങ്ങൾ വൈസായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. എന്തെങ്കിലും ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഇമെയിൽ IDയിലോട്ട് നിങ്ങളുടെ കൺസേൺസ് നിങ്ങൾ ഉറപ്പായിട്ടും അറിയിച്ചിരിക്കുക. അങ്ങനെ കാശ് കൊടുത്ത് പോകേണ്ട ഒരു പാത്വേ അല്ല ഈ SIF പാത്വേ എന്ന് പറയുന്നത്. സോ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിപ്പം ഓൾറെഡി ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടി, നിങ്ങൾ ഈ സെറ്റിങ്സിലാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന എലിജിബിലിറ്റി റിക്വയർമെൻറ്റ്സ് എല്ലാം നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഫ്യൂ മന്ത്സ് കഴിയുമ്പോഴത്തേനും നിങ്ങൾ ഇതിന് എലിജിബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഈ ഒരു പൊസിഷനിലേക്ക് വരാനിരിക്കുന്ന ആളാണ്, നിങ്ങൾ എടുത്തു ചാടി NMC ആപ്ലിക്കേഷൻ SIF പാത്വേയിലോട്ട് പോകുന്നതിന് മുന്നേ
നിങ്ങളുടെ എംപ്ലോയറായിട്ട് നിങ്ങൾ സംസാരിക്കുക. കാര്യം പല സ്ഥലങ്ങളിൽ എനിക്കറിയാം ചിലപ്പോൾ അവർ നിങ്ങളുടെ ലാംഗ്വേജ് എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ അപ്രൈസൽസും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നിങ്ങളെ പല രീതിയിൽ നിങ്ങളുടെ കരിയർ പ്രോഗ്രഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടായിരിക്കും. എല്ലാവരും ചതിക്കുന്ന രീതിയിലുള്ള ആൾക്കാരല്ല, എല്ലാം നല്ല രീതിയിൽ നല്ല പ്യുവറായിട്ട് എത്തിക്കലായിട്ട് കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ എംപ്ലോയറായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈൻ മാനേജറായിട്ട് ആദ്യം നിങ്ങൾ സംസാരിക്കുക, ഈ ഒരു പാത്വേയിലോട്ട് നിങ്ങൾ ആദ്യമേ എടുത്ത് ചാടുന്നതിന് മുന്നേ. ഓക്കെ, അപ്പം അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു എംപ്ലോയറിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈൻ മാനേജറിൻ്റെ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷനാണ്, നിങ്ങൾക്കിത് തരണമോ വേണ്ടയോ എന്നുള്ള കാര്യം. ഇൻ കേസ് പല സ്ഥലങ്ങളിലും കേട്ടിട്ടുള്ളൊരു സംഭവമാണ്, അവർ ചിലപ്പോൾ നിങ്ങൾക്കൊരു 6 months ഒരു നേഴ്സുമായിട്ട് ഷാഡോ ചെയ്യാനോ അങ്ങനെയുള്ള പല പല ഓപ്ഷൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് പറയും. ചില സമയങ്ങളിൽ ചില ആൾക്കാർ പറയാനുണ്ട് നിങ്ങളൊരു ലാംഗ്വേജ് എക്സാം എടുക്കാനും പറയുന്നുണ്ട്. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ബേസ് മാർക്ക് അത്യാവശ്യം നല്ലൊരു സ്കോറെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എവിഡൻസ് ആയിട്ട് ആ ഒരു എംപ്ലോയറിനെ കണ്ടാൽ അവർ ഹാപ്പി ആയിരിക്കും നിങ്ങൾക്ക് തരാനായിട്ട്. ഓക്കെ, നിങ്ങൾ ഇത്രയും സ്കോർ ചെയ്തു, ഇത്രയും നിങ്ങൾ ഓക്കെയാണ്, അങ്ങനെ പറയുന്ന സ്ഥലങ്ങളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ കോമ്പീറ്റൻ്റ് ആവാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ നിങ്ങളെ ഒന്നും കൂടെ ഒബ്സർവ് ചെയ്യും. അവർ ആദ്യം ഡിനേ ചെയ്യുവാണെങ്കിലും പിന്നീട് അവർ നിങ്ങൾക്ക് തരുമായിരിക്കും. അപ്പോൾ ഇതിനെല്ലാം പ്രോപ്പർ റീസൺ ഉണ്ട്. ബിക്കോസ് അവരുടെ NMC അവരും അക്കൗണ്ടബിൾ ആണ് നിങ്ങളെ NMC രജിസ്റ്റേർഡ് നേഴ്സാക്കി മാറ്റുന്നതിൽ. ഫ്യൂച്ചർ പേഷ്യൻസിനോ പബ്ലിക് സേഫ്റ്റിയിലോ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് നിങ്ങൾ കാരണം വന്നിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ലാംഗ്വേജ് അതിനൊരു റീസണായി മാറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അവരെയും ബാധിക്കും എന്തായാലും. പിന്നെ എല്ലാവരുടെയും ഡൗട്ടാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് എത്ര നാൾ ഈ ഒരു ഹോൾ പ്രോസസ്സ് എടുക്കും എന്നുള്ള കാര്യം. നോർമലി നിങ്ങളുടെ NMC ആപ്ലിക്കേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു SIFE കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30 calendar days ആണ് ഇവർ ക്ലിയർ ആയിട്ട് പറയുന്നത്. ഇനി എന്തെങ്കിലും ഫർദർ ഇൻഫർമേഷൻസോ കാര്യങ്ങളോ നിങ്ങൾ എംപ്ലോയറിൻ്റെ സൈഡിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു നെക്സ്റ്റ് ഫർദർ 30 days കൂടെയാണ് നോർമലി ഇപ്പോൾ NMC വെബ്സൈറ്റിൽ അവർ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിനകത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ വൺ തിങ് നിങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങളുടെ SIFEയുടെ ഇൻഫർമേഷൻ NMC റിവ്യൂ ചെയ്യുന്നത് നിങ്ങൾ കംപ്ലീറ്റ് NMC ആപ്ലിക്കേഷനും നിങ്ങളുടെ ടെസ്റ്റ് ഓഫ് കോമ്പീറ്റൻസീസും കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും. അത് ഒരു ക്രൂഷ്യൽ പോയിന്റ് ആണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു എംപ്ലോയറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അവരുമായിട്ട് നിങ്ങളുടെ SIFE പ്രോസസ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ വേറൊരു പുതിയൊരു എംപ്ലോയറിലോട്ട് നിങ്ങൾ പോവുകയാണ്. SIFE പ്രോസസ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തേ ഉള്ളൂ, പക്ഷേ നിങ്ങൾ പുതിയൊരു എംപ്ലോയറിലോട്ട് പോവുകയാണ്. എന്നിട്ടാണ് പുതിയൊരു എംപ്ലോയറിലോട്ട് പോയിട്ടാണ് നിങ്ങളുടെ NMCയുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഫൈനൽ ആപ്ലിക്കേഷൻ. അപ്പോൾ NMCക്ക് ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫർദർ ആ ഒരു SIFE പാത്വേ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് അതിനകത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ NMC ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾ സെയിം എംപ്ലോയറിൽ തന്നെ ആയിരിക്കണം മസ്റ്റായിട്ടും ആ ഒരു ടൈം പീരീഡ്. പക്ഷേ ഇനി നിങ്ങൾ ഒരു ന്യൂ എംപ്ലോയറിൻ്റെ അടുത്ത് പോകുന്നത് നിങ്ങളുടെ കംപ്ലീറ്റ് SIFE പ്രോസസ്സും നിങ്ങളുടെ കംപ്ലീറ്റഡ് ആപ്ലിക്കേഷൻസും സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ NMC ഉറപ്പായിട്ടും നിങ്ങളുടെ ഒരു SIFEയുടെ പ്രോസസ്സും കാര്യങ്ങളെല്ലാം തന്നെ റിവ്യൂ ചെയ്യും, അത് കൺസിഡർ ചെയ്യുകയും ചെയ്യും എന്തായാലും. പക്ഷേ അതിനോടൊപ്പം തന്നെ നിങ്ങൾ അങ്ങനെ ഒരു ന്യൂ എംപ്ലോയറിൻ്റെ അടുത്ത് മാറിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് മാറിയത്, സേഫ് ആണെങ്കിൽ പോലും ചില സാഹചര്യങ്ങളിൽ NMC നിങ്ങളടുത്ത് എവിഡൻസ് ചോദിക്കും. നിങ്ങളുടെ ലാംഗ്വേജോ കാര്യങ്ങളോ ഒന്നും തന്നെ കോമ്പീറ്റൻസീസ് ഒന്നും തന്നെ ഡിറ്റോറിയേറ്റ് ചെയ്ത് പോയിട്ടില്ല, ഓക്കെ ആണ് എന്ന് ഉറപ്പ് വരുത്താനായിട്ട് ചിലപ്പോൾ നിങ്ങളൊരു എംപ്ലോയ്മെൻറ്റ് റെഫറൻസോ കാര്യങ്ങളോ നിങ്ങളെ കറണ്ട് എംപ്ലോയറിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടി വരും എന്തായാലും. ഓക്കെ, ആൻഡ് അതിനോടൊപ്പം NMC ഇതിൽ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നൊരു കാര്യമാണ്, ഇതെല്ലാം നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പിൻ നമ്പർ കിട്ടണം എന്ന് നിർബന്ധമില്ല. കാര്യം അവർക്ക് സർട്ടൺ ക്രൈറ്റീരിയാസ് കാര്യങ്ങളെല്ലാം നോക്കേണ്ടതായിട്ട് അത് എന്തെങ്കിലും ഇൻഫർമേഷൻസ് നിങ്ങളുടെ സൈഡിൽ നിന്ന് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയും ചെയ്യും എന്തായാലും. ഓക്കെ, പിന്നെ ഒരുപാട് ഹോംസിലോ അല്ലെങ്കിൽ നഴ്സിംഗ് ഹോംസിലോ ആവട്ടെ കുറേ പേർക്ക് ഇപ്പോൾ റെഫറൻസ് അവർ കൊടുക്കാമെന്ന് പറഞ്ഞതിന് ശേഷം ഫൈനൽ മൊമെൻറ്റിൽ അവർ കൊടുക്കില്ല, സ്റ്റാഫ് ഷോർട്ടേജ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാത്ത സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ എംപ്ലോയറിൻ്റെ ലൈൻ മാനേജറിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ആണ് നിങ്ങൾക്കിത് തരാതിരിക്കാനുള്ളത് എന്തായാലും. ഓക്കെ, നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം തന്നെ കൺസേൺസ് എല്ലാം തന്നെ അറിയിക്കാം. പക്ഷേ ഫർദർ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും കൂടുതൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത് സമയം കളയാതെ നിങ്ങളൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സാം, കാര്യം നിങ്ങൾ ഓൾറെഡി CBT മോസ്കിങ് കഴിഞ്ഞിട്ടുള്ളവരായിരിക്കും. ഞാൻ എന്തുകൊണ്ട് ഇത് പറയുക വെച്ചാൽ നിങ്ങളുടെ 0 to ജോബ് കിട്ടുന്നവരുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നമ്മുടെ MNCയുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ OET ആവട്ടെ, CBT ആവട്ടെ, NMC രജിസ്ട്രേഷൻ ആവട്ടെ, SIFE പാത്വേയുടെ സപ്പോർട്ട് ആവട്ടെ, അതിനുശേഷം ലോസ്കിയുടെ സപ്പോർട്ട് ആവട്ടെ, ദെൻ അതിനുശേഷം കഴിഞ്ഞു വരുന്ന നിങ്ങളുടെ ആപ്ലിക്കേഷനും ഇൻ്റർവ്യൂ പ്രിപ്പറേഷനും ട്രാക്ക് ജോബിൽ എങ്ങനെ കൊടുക്കുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള A to Z നിങ്ങൾക്ക് അൺടിൽ ജോബ് കിട്ടുന്നവരുള്ളൊരു കംപ്ലീറ്റ് സപ്പോർട്ടും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഞങ്ങൾ കാണുന്നൊരു ട്രെൻഡ് എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിൽ നിന്നും അവർ റെഫറൻസ് പല രീതിയിലും പല റീസൺസും പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കുട്ടികളെല്ലാം തന്നെ CBT മോസ്കിങ് കഴിഞ്ഞിട്ടുള്ളവരാണ്. അപ്പോൾ ഇവരെല്ലാം തന്നെ നമ്മുടെ അടുത്ത് നിന്ന് CBT അല്ലെങ്കിൽ ഓസ്കിയുടെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം എടുത്ത് പോയിട്ടുള്ളവരുമായിരിക്കും. അപ്പോൾ ഇവർ തന്നെ തിരിച്ച് നമ്മുടെ അടുത്തോട്ട് OETയുടെ ക്ലാസ്സസിന് വേണ്ടിയിട്ട് വരും. അപ്പം ആ
ആ സമയത്ത് അവർ പറയുന്ന മെയിൻ റീസണാണ് അവർ ഓൾറെഡി കൊടുക്കാം എന്നെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫൈനലി അവിടെ ഹോമിൽ നിന്ന് അവർ ഡിസൈഡ് ചെയ്ത് അവർ റെഫറൻസ് കൊടുക്കില്ല എന്നുള്ള തീരുമാനം. അപ്പോൾ വേറൊരു ഓപ്ഷനും ഇല്ല, നിങ്ങൾ ഈ ലാംഗ്വേജിലോട്ട് പോവുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യരുത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക, എന്തെങ്കിലും ഓപ്ഷൻസോ കാര്യങ്ങളോ ഉണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ എത്രയും വേഗം തന്നെ, കൂടുതൽ ഡിലേ ഒന്നും തന്നെ വരുത്താതെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ലാംഗ്വേജ് എക്സാം OET ആവട്ടെ അല്ലെങ്കിൽ IELTS ആവട്ടെ എത്രയും വേഗം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പഠിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള പിൻ നമ്പർ സെക്യൂർ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഒരുപാട് പേരാണ് നമ്മുടെ വെബ്സൈറ്റ്സിൽ, നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അത്രയും കുട്ടികളുടെ വീഡിയോ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഈ ഒരു ജേർണിയിൽ പാർട്ടാവാൻ പറ്റിയത് തന്നെ ഞങ്ങളുടെ ഒരു വലിയൊരു ഭാഗ്യമാണ്. എന്തായാലും അങ്ങനെ ഒരുപാട് 100,000 പേരെ ഞങ്ങൾക്ക് സഹായിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്തായാലും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ, എന്ത് കൈൻഡ് ഓഫ് ട്രെയിനിങ് ആണ്, അസിസ്റ്റൻസ് ആണ് നിങ്ങൾ നോക്കുന്നത് വെച്ചാൽ, നമ്മുടെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എൻക്വയറീസ് കാര്യങ്ങൾ ഞങ്ങൾ അറിയിച്ചാൽ മാത്രമേ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോക്കുക, അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങളെ കോൺടാക്ട് ചെയ്യാമെന്നാണ് എന്തായാലും. പിന്നുള്ളൊരു മെയിൻ ഡൗട്ട്, മെറ്റേണിറ്റിയിലോ അല്ലെങ്കിൽ സിക്ക് ലീവിലോ പോയിട്ടുള്ള ആൾക്കാരാണ്. ഒരുപാട് പേര് കോൺടാക്ട് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത്, NMCയുടെ സൈഡിൽ നിന്ന് മെയിനായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ മെറ്റേണിറ്റിയിലാണെങ്കിൽ സിക്ക് ലീവിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫൈനൽ NMC ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും, യാതൊരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ആ പറഞ്ഞിരിക്കുന്ന സർട്ടൻ ടൈം പീരീഡ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതായത് നിങ്ങൾ NMC ആപ്ലിക്കേഷൻ ഫൈനൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയാസ് എല്ലാം നിങ്ങൾ മീറ്റ്, അതായത് 12 മാസം നിങ്ങൾ സെയിം എംപ്ലോയർ ആയിരിക്കണം, ഫുൾ ടൈം ആയിട്ടുള്ള ജോബ് ആയിരിക്കണം, മിനിമം 6 months എങ്കിലും ലൈൻ മാനേജറായിട്ട് ഉണ്ടായിരിക്കണം, സെയിം ആയിട്ടുള്ള ആൾ, അതെല്ലാ കാര്യങ്ങളും നിങ്ങൾ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യാണ്. ആ ഒരു NMC ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം നിങ്ങൾ മെറ്റേണിറ്റി പീരീഡിലോ അല്ലെങ്കിൽ സിക്ക് ലീവിലോ ആണെന്നുണ്ടെങ്കിൽ തന്നെയും ആ ഒരു പ്രോബ്ലം വരുന്നില്ല. നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റ് SIFI പ്രോസസ്സിൽ കൂടെ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം. NMC അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും. അപ്പോൾ SIFIനെ പറ്റിയിട്ട് അതിൻ്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ നിങ്ങൾക്ക് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്ന കാര്യം, ഒരുപാട് അപ്ഡേറ്റ്സ് ഡേ ടു ഡേ ഓരോ കാര്യങ്ങൾ വെച്ചിട്ട്, നമുക്കറിയാം എല്ലാം എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ആണല്ലേ. അപ്പോൾ ഓരോ കാര്യങ്ങളും അതിനനുസരിച്ച് തന്നെ അപ്ഡേറ്റ്സ് NMCയുടെ സൈഡിൽ വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഫർദർ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ NMCയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ തറവായിട്ട് ചെക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് നോക്കാം. ഈ ഒരു SIFIക്ക് കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രീ വാട്സപ്പ് ഡിസ്കഷൻ ഗ്രൂപ്പ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഗ്രൂപ്പുകൾ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ SIFIക്ക് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ പാത്വേ കംപ്ലീറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ സപ്പോർട്ട്സും ആ ഒരു ഫ്രീ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ് എന്തായാലും. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ സിഫ് പാത്വേനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഫർദർ അപ്ഡേറ്റ്സോ കാര്യങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലും ഇൻസ്റ്റാഗ്രാം ചാനലും യൂട്യൂബിലൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജസോ ഒന്നും തന്നെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക. മാക്സിമം ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കും. ഒരുപാട് പേരും ഇപ്പോഴും അറിഞ്ഞുകൂടാതെ ഇരിപ്പുണ്ട്, ഇതിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണ്, അവരുടെ എലിജിബിലിറ്റി എന്താണ്, ആർക്ക് കൊടുക്കാൻ പറ്റില്ല, എനിക്ക് OET എഴുതണോ വേണ്ടയോ, അങ്ങനെ കുറേ ഡൗട്ടുകളാണ്. അതെല്ലാം ഈ ഒരു വീഡിയോയിൽ കൂടെ അവർക്ക് ക്ലാരിറ്റി കിട്ടുകയും ചെയ്യുന്നതായാലും. ഒരുപാട് കുട്ടികൾക്കാണ് ഇപ്പോൾ അവരുടെ ആപ്ലിക്കേഷൻ അസിസ്റ്റൻസ്, അവർക്ക് ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളായും അവർക്ക് ഇൻ്റർവ്യൂ സക്സസ്ഫുള്ളായി എത്രയോ സ്ഥലങ്ങളിൽ അവർക്കിപ്പോൾ ജോബ് കിട്ടിയിട്ടുണ്ട്, ഈ ഒരു SIFI പാത്വേ കൂടെ പോയ കുട്ടികളും. അതിൽ ഒരുപാട് പ്രൗഡാണ് നമ്മുടെ MNC അക്കാഡമി ടീം എന്ന് പറയുന്നത് എന്തായാലും. ഓക്കെ, അപ്പോൾ ആ ഒരു സക്സസ്ഫുൾ പാത്വേയിൽ കൂടെ പോകുന്നത് നെക്സ്റ്റ് നിങ്ങളായിരിക്കും എന്തായാലും. ഓക്കെ, അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. സോ നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ യദു കൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മലന സിംഗപ്പൂർ. ബൈ.